ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിലാണ്. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിലേക്ക് ഒരു വിഗ്രഹ ഘോഷയാത്ര എത്തുകയാണ്. ഈ വിഗ്രഹം എന്ന് പറയുന്നത് ആദിപരാശക്തിയുടെ വിഗ്രഹമാണ്. രാജസ്ഥാനിൽ നിന്നും വരുന്ന വിഗ്രഹമാണ്. മാർബിളിൽ തീർത്ത വിഗ്രഹമാണ്. ഈ വിഗ്രഹം പോകുന്നത് തിരുവനന്തപുരത്ത് വെങ്ങാനൂരുള്ള പൗർണമിക്കാവിലേക്കാണ്. പൗർണമിക്കാവിൽ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരാശക്തിയുടെ വിഗ്രഹങ്ങൾ എത്തുന്നത്. രാജസ്ഥാനിൽ നിന്നും കൊണ്ടുവരുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മാർബിൾ വിഗ്രഹങ്ങളും രാവിലെ ഇത് തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. പാളയം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ ഘോഷയാത്രയ്ക്ക് സ്വീകരണം ലഭിച്ചിരുന്നു. ഇനി ഇവിടെ നിന്ന് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം ഈഞ്ചക്കൽ ജംഗ്ഷൻ, തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, കോവളം ജംഗ്ഷൻ, ഉച്ചക്കട വഴി പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. വാദ്യമേളങ്ങളോടുകൂടിയും പുഷ്പവൃഷ്ടിയോടുകൂടിയും ദേവിയെ ആനയിക്കുന്ന ഒരു മഹത്തായ ചടങ്ങാണ്. നമുക്കറിയാം, ഇന്ന് അക്ഷയ തൃതീയ ദിവസമാണ്. ഈ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു പവിത്രതയുണ്ട്. ഏറ്റവും നല്ല ഒരു ദിവസമാണ്. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനുള്ള ഒരു നല്ല ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം തിരുവനന്തപുരത്തേക്ക് പൗർണമിക്കാവിലേക്ക് ആദിപരാശക്തിയുടെ വിഗ്രഹം എത്തുന്നത് തന്നെ ഒരു വലിയ ഒരു പുണ്യമായ ഒരു കാര്യമായിട്ടാണ് കരുതപ്പെടുന്നത്. 23 അടി ഉയരമുള്ള ആദിപരാശക്തി വിഗ്രഹം കാണണമെങ്കിൽ ഇനി തിരുവനന്തപുരത്തുകാർക്ക് പൗർണമിക്കാവ് നടയിലെത്തിയാൽ മതി. പൗർണമിക്കാവിൽ അമ്മയുടെ നടയിൽ ആദിപരാശക്തി വിഗ്രഹം എത്തുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മാർബിൾ വിഗ്രഹം, 23 അടി ഉയരമുള്ള ആദിപരാശക്തി വിഗ്രഹം രാജസ്ഥാനിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഇന്ന് രാവിലെ എത്തി. തിരുവനന്തപുരം വെങ്ങാനൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ വെങ്ങാനൂർ പൗർണമിക്കാവ് എന്ന ബാലത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനാണ് വിഗ്രഹം തയ്യാറാക്കിയിട്ടുള്ളത്. ആദിപരാശക്തിയെ കൂടാതെ മറ്റു 2 വിഗ്രഹങ്ങൾ കൂടി രാജസ്ഥാനിൽ നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. രാജസ്ഥാനിലെ ജയ്പൂരിൽ വെച്ച് നിർമ്മാണം പൂർത്തീകരിച്ച വിഗ്രഹങ്ങൾ 3 ട്രെയിലറുകളിലായാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത്. ആദിപരാശക്തി, രാജമാതങ്കി, ദുർഗാദേവി എന്നീ ദേവീരൂപങ്ങളിലുള്ള വിഗ്രഹങ്ങളാണ് ബാലത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ജയ്പൂരിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ള വിഗ്രഹങ്ങൾ 15 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് തിരുവനന്തപുരത്ത് എത്തിയത്. ജയ്പൂരിലെ പ്രമുഖ ശില്പിയായ മുകേഷ് ഭരദ്വാജാണ് പൗർണമിക്കാവിലേക്കുള്ള വിഗ്രഹങ്ങൾ തയ്യാറാക്കിയത്. പീഠമടക്കം 23 അടി ഉയരമാണ് ആദിപരാശക്തി വിഗ്രഹത്തിനുള്ളത്. ദേവീരൂപത്തിന് മാത്രം 18 അടി ഉയരമുണ്ട്. ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ള ഈ വിഗ്രഹം 2 വർഷം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഭായിൻസ്ലാനിൽ നിന്നും ലഭിച്ച 50 ടണ്ണോളം ഭാരവും 30 അടി ഉയരവും 20 അടി കനവുമുള്ള ഒറ്റ മാർബിൾ ശിലയിലാണ് ആദിപരാശക്തിയുടെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. 6 കോടിയോളം രൂപ ചിലവിലാണ് 3 വിഗ്രഹങ്ങളും പൂർത്തീകരിച്ചത്. ജയ്പൂരിലെ കാളിമാതാ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടത്തിയ ശേഷമാണ് വിഗ്രഹങ്ങൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത്. രാജാക്കന്മാരുടെ പൂർവികർ ദ്വാരകയിലായിരുന്നപ്പോൾ അവർ പരദേവതയായി ആരാധിച്ചിരുന്ന പടകാളിയമ്മയെ വിഴിഞ്ഞത്തെ രാജധാനിയിൽ കുടിയിരുത്തി. അതാണ് പൗർണമി ദേവി. തമിഴ് മലയാള വാസ്തുവിദ്യകളുടെ സമഞ്ജസമായൊരു മനോഹര ക്ഷേത്രമാണ് പൗർണമിക്കാവ്. തഞ്ചാവൂരുകാരായ ശില്പികൾ നിർമ്മിച്ച 15 അടി പൊക്കമുള്ള ഹനുമാൻ, ലക്ഷ്മി ഗണപതി, പഞ്ചമുഖ ഗണപതി, ഹാലാസ്യ ശിവൻ, ഒറ്റക്കല്ലിൽ പണികഴിപ്പിച്ച ഏറ്റവും വലിയ നാഗരാജ വിഗ്രഹം, രക്തചാമുണ്ഡി ദേവിയുടെ ആരെയും വിസ്മയിപ്പിക്കുന്ന ചുവർ ചിത്രം എന്നിവ ഈ കാവലുണ്ട്. കുട്ടികളില്ലാത്ത ദമ്പതികൾ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ സന്താന ഭാഗ്യമുണ്ടാകുമെന്നാണ് മറ്റൊരു വിശ്വാസം. അതിന് അനുഭവ സാക്ഷ്യങ്ങളും ഒരുപാടുണ്ട്. പൂഞ്ഞാർ രാജകുടുംബത്തിലെ മിത്രൻ നമ്പൂതിരിപ്പാടാണ് കാവിലെ തന്ത്രി. വിദ്യ, ധനം, തൊഴിൽ, വാണിജ്യം, യുദ്ധം എന്നിങ്ങനെ 5 ഭാവങ്ങളിൽ അനുഗ്രഹം വർഷിക്കുന്ന പൗർണമി ദേവി ഭക്തർക്ക് പടകാളി അമ്മയാണ്. മലയാളത്തിലെ 51 അക്ഷരങ്ങളെയും ക്ഷേത്രത്തിൽ ദേവതകളാക്കി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ലോകത്ത് തന്നെ ആദ്യമായി അക്ഷരങ്ങൾക്ക് ദൈവങ്ങളെ പ്രതിഷ്ഠകളാക്കി ആരാധിക്കുന്ന ക്ഷേത്രം കൂടിയാണ് പൗർണമിക്കാവ്.